ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സുരേന്ദ്രൻ സാറിന്റെ വാക്കുകൾ കേട്ട് വളരെ സന്തോഷത്തോടെ രവിനാരായണൻ തിരുമേനിയും യശോദാമ്മയും രാധികയെ നോക്കി. അപ്പോഴാണ് സുരേന്ദ്രൻ സാറ് പറഞ്ഞത്, ഇത് നല്ലൊരു സംരംഭമായി മുന്നോട്ട് കൊണ്ടുപോകാം, വേണമെങ്കിൽ ഒരു കേറ്ററിംഗ് സർവീസ് തന്നെയാക്കി മാറ്റുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്ന് അറിയിച്ചു. എന്തായാലും ഇന്നത്തെ ഭക്ഷണം അത് ഒരു ആറ്റുവാശ്ശേരി സദ്യ കഴിച്ചതുപോലെയുള്ള ഒരു സന്തോഷം മനസ്സിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നാളത്തേക്ക് ഞാൻ പറഞ്ഞ എൻ്റെ കൊളീഗ്സിന് വേണ്ടിയുള്ള ആ 10 പൊതി റെഡിയാവുമല്ലോ അല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും തീർച്ചയായിട്ടും എന്ന് യശോദാമ്മയും ദേവനാരായണനും ഉറപ്പ് നൽകി. സത്യത്തിൽ മോളിവിടെ ഇത്രയും നേരം എന്തായിട്ടുണ്ടാവും, ഭക്ഷണം കഴിച്ചവരുടെ അഭിപ്രായം എന്താണ് എന്നറിയാത്ത ടെൻഷനിലായിരുന്നു. അപ്പോഴാണ് കൃത്യസമയത്ത് സാറ് വിളിച്ചതെന്ന് ദേവനാരായണൻ തിരുമേനി പറഞ്ഞതും തിരുമേനിയോട് ദേവനാരായണൻ തിരുമേനിയോട് സന്തോഷത്തോടു കൂടി തന്നെ സുരേന്ദ്രൻ പറഞ്ഞു, അതെ, ഇതിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ. രാധിക മോളുടെ ഈ ഒരു സംരംഭം അത് വിജയിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. മോളുടെ ഭക്ഷണം കഴിക്കുന്നവരാരും ഒരിക്കലും മോളെ കുറ്റം പറയില്ല എന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ചു. ദേവനാരായണൻ വളരെ സന്തോഷത്തോടെ രാധികയോട് ചോദിച്ചു, മോൾക്ക് ഇപ്പോൾ ടെൻഷനൊക്കെ മാറിയില്ലേ, മോളുടെ ആശങ്കയൊക്കെ ഇപ്പോൾ മാറിക്കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ രാധിക പറഞ്ഞു, അതെ അച്ഛാ, ഇപ്പോൾ ഒരു സന്തോഷമൊക്കെ ആയി. പിന്നെ ഇത്രയും നേരം ഞാൻ മറ്റൊരു കാര്യം കൂടി ആലോചിക്കുകയായിരുന്നു. കാരണം ഇന്ന് നമ്മളിവിടെ ഇങ്ങനെയൊരു സർവീസ് തുടങ്ങുമ്പോൾ അതിന് ഒരു പേരിടണല്ലോ. നമ്മളൊരു കേറ്ററിംഗ് യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ അതിനൊരു പേര് വേണമല്ലോ. അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. എന്തായാലും അതിന് പറ്റിയൊരു പേര് ഇപ്പം സുരേന്ദ്രൻ സാർ തന്നെ പറയുകയും ചെയ്തു എന്നറിയിച്ചു. അതെന്താണ് എന്ന് സംശയത്തോടെ രഘുനാരായണൻ തിരുമേനി നോക്കിയപ്പോൾ സുരേന്ദ്രൻ സാറ് പറഞ്ഞ് ആ പേര് അച്ഛൻ കേട്ടില്ലേ? ഞാൻ നമ്മുടെ ഈ കേറ്ററിംഗ് യൂണിറ്റിന് ഇടാൻ പറ്റിയ പേരായി കണ്ടെത്തിയതും അദ്ദേഹം പറഞ്ഞ പേര് തന്നെ അച്ഛാ. വേറൊന്നുമല്ല, ആറ്റുവാശ്ശേരി സദ്യ. സാറ് സംസാരത്തിനിടയിൽ പറഞ്ഞതാ. എങ്ങനെയുണ്ട്, അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും കേൾക്കാൻ നല്ലൊരു ഗുമ്മുണ്ട്, ഒരു തറവാടിത്തമൊക്കെ തോന്നുന്നുണ്ട്, പാരമ്പര്യവും തറവാടിത്തവും ഒക്കെ തോന്നുന്ന പേര് തന്നെ അത് എന്ന് ദേവനാരായണൻ തിരുമേനി സന്തോഷത്തോടു കൂടി രാധികയോട് പറഞ്ഞു. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ഈ കേറ്ററിംഗ് സർവീസ് ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്, അതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടി നാളെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അവർ സംസാരിച്ചു. അങ്ങനെ നാളെ വരാൻ പോകുന്ന ആ വലിയൊരു ഓർഡറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നാളത്തേക്ക് പാചകം ചെയ്യുന്നതിനെ കുറിച്ച് അവരാലോചിച്ചു. അപ്പോഴാണ് കണിമംഗലത്തേക്ക് മടങ്ങിയെത്തിയ ചന്ദ്രശേഖരനോട് സംസാരിക്കാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അവിടെ ഷോപ്പിംഗ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഉർവശി. ചന്ദ്രശേഖരൻ അകത്തേക്ക് കയറി വന്നതും ഉർവശി ചന്ദ്രശേഖരനെ തടഞ്ഞു നിർത്തി. അല്ല, ചന്ദ്രൻ എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെന്താ ഉർവശി, ഞാനേ ആ ഇൻകം ടാക്സ് ഓഫീസിൽ വരെ ഒന്ന് പോയതാ. ഒന്നും പറയണ്ട, ആ ഓഫീസറാണെങ്കിലോ ഒരു വല്ലാത്തൊരു മുരടൻ. ഇത്രയും നേരം അയാളുടെ മുന്നിൽ ഇരിക്കുകയായിരുന്നു. ഒരു വിധത്തിൽ അയാളുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് ശരിയാക്കിയിട്ട് വന്നതേ ഉള്ളൂ, നേരെ ഇങ്ങോട്ട് പോന്നു എന്ന് ചന്ദ്രശേഖരൻ അറിയിച്ചപ്പോ ഉടനെ ചന്ദ്രശേഖരനോട് ഗൗരവത്തോടെ ഉറവശി ചോദിച്ചു, അല്ല, ഈ ഇൻകം ടാക്സ് ഓഫീസറുടെ പേര് സാറേ എന്നാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ചന്ദ്രശേഖരൻ സംശയത്തോടെ ഉർവശിയുടെ മുഖത്തേക്ക് നോക്കി. അതെന്താ നീ അങ്ങനെ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ, അല്ല, ഞാനേ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കാഴ്ച ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോഴേക്കും, സാറ നമ്മളെ സഹായിച്ചത് അല്ലേ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ ചന്ദ്രശേഖരൻ ഒരുങ്ങിയപ്പോഴേക്കും ഉർവശി ചോദിച്ചു, സാറേ നമ്മളെ സഹായിക്കാനൊക്കെ തയ്യാറായ ആള് തന്നെയാ, നമ്മളെ സഹായിച്ച ആളുമാണ് എന്ന് വെച്ച് അവരുടെ കൈയും പിടിച്ച് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വഴിയോരത്തോട് നിങ്ങൾ നടക്കണമെന്ന് ഏതെങ്കിലും നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ സഹായിച്ചു എന്നതിന്റെ പേരിൽ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വല്ല നിയമവും ഉണ്ടോ എന്നായിരുന്നു ഉർവശിയുടെ ചോദ്യം. അത് കേട്ടതോടെ ചന്ദ്രശേഖരൻ പറഞ്ഞു, ഉർവശി, നീ എന്തേ പറയുന്നത്? സാറേ മേഡം എന്ന് വേണം പറയാനായിട്ട്. പിന്നെ നീ ഇപ്പൊ ഈ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, ഈ നാലാംകിട പെണ്ണുങ്ങൾ ചോദിക്കുന്ന പോലെയുള്ള അത്തരം ചോദ്യങ്ങളൊന്നും എന്നോട് ഇനി മേലെ ചോദിച്ചു പോകരുത്. ഞാൻ പറഞ്ഞതും പ്രവർത്തിച്ചതും എന്താണെന്നോ നിനക്ക് അറിയത്തില്ല. കാരണം നിനക്ക് വിദ്യാഭ്യാസമോ ലോകവിവരമോ എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളുകളുമായിട്ട് സംസാരിച്ചോ അങ്ങനെ എന്തെങ്കിലും പരിചയമുണ്ടോ നിനക്ക്? നിനക്കാകെ അറിയാവുന്നത് ഈ അടുക്കളയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടം തിരിയാനും വീട്ടിലിരുന്ന് മറ്റുള്ളവരെ കുശുമ്പും കുന്നായ്മയും പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് നടക്കാനുമല്ലേ നിനക്കറിയത്തുള്ളൂ. അല്ലാതെ ഇതുപോലെയുള്ള സൗഹൃദങ്ങളെ കുറിച്ചൊന്നും നിനക്കറിയില്ലല്ലോ. എനിക്ക് സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും ധാരാളം സൗഹൃദങ്ങളുണ്ട്. അത്തരത്തിലുള്ള സുഹൃത്ത് വലയങ്ങൾ എനിക്ക് ചുറ്റുമുണ്ട്. അവരെ ചിലപ്പോൾ ഞാൻ കൈകോർത്ത് പിടിച്ചിരിക്കും, ചിലപ്പോൾ കെട്ടിപ്പിടിച്ചെന്നിരിക്കും. അതൊക്കെ ആ സൗഹൃദത്തിന്റെ
ഓരോ ഭാഗങ്ങളാണെന്ന് മാത്രം. അതുകൊണ്ട് മേലാൽ ഇതുപോലുള്ള ചോദ്യം ചെയ്യലുമായി എന്റെ നേരെ വന്നു പോകരുത് എന്ന് ഒരു ഭീഷണി ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നിന്ന് ഉർവശിക്ക് നേരെ ഉന്നയിച്ച് അവിടെ നിന്ന് ചന്ദ്രശേഖരൻ വേഗം തന്റെ മുറിയിലേക്ക് പോയി. അതോടെ ചന്ദ്രശേഖരൻ തന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നു എന്നുള്ള സത്യം ഉർവശിക്ക് മനസ്സിലായി. ഉർവശി ചന്ദ്രശേഖരനോട് ദേഷ്യത്തോടെ ചോദിച്ചു, അത് ശരി, അപ്പോൾ ഞാൻ പഠിത്തവും വിവരവും ഒന്നും ഇല്ലാത്തവളാണ്, എനിക്ക് ലോക പരിജ്ഞാനവും കുറവാണ് എന്ന് വെച്ച് എന്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നത് ഞാൻ കണ്ടില്ലെന്ന് നടിക്കണമെന്നാണോ എന്ന് ചോദിച്ച് ചന്ദ്രശേഖരനോട് ഉർവശി തട്ടിക്കയറിയപ്പോ ചന്ദ്രശേഖരൻ പറഞ്ഞു, ഉർവശി, ഞാൻ പറഞ്ഞു ഇനി ഇത്തരത്തിലൊരു സംസാരം എന്റെ നേരെ വേണ്ട എന്ന്, എന്നെ ചോദ്യം ചെയ്യാനും വരണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രശേഖരൻ മുറിയിലേക്ക് പോകുന്നു. അതിനുശേഷം രാധികയുടെയും വരുണിന്റെയും അരികിൽ പോയി നാണം കെട്ട് തിരിച്ചു പോകുന്നതിന്റെ നിരാശയിലായിരുന്നു പ്രിയങ്കയും സുകുമാരിയമ്മയും. പ്രിയങ്ക സുകുമാരിയമ്മയോട് പറഞ്ഞു, മുത്തശ്ശി, ഒരു കാര്യം ഞാൻ പറയട്ടെ, അവളെന്തോ കേറ്ററിംഗ് സർവീസ് തുടങ്ങിയെന്നല്ലേ എല്ലാവരും പറഞ്ഞത്. ഇപ്പൊ തന്നെ നാട്ടുകാരും എല്ലാം അവളുടെ ഒപ്പത്തിനായി. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്താലോ മുത്തശ്ശി, അവളുടെ ഈ കേറ്ററിംഗ് സർവീസ് വെച്ച് നമുക്ക് ഒരു പണി കൊടുത്താലോ? അവള് നമ്മുടെ മുന്നിൽ വന്നു നിൽക്കും, അവൾക്കിട്ട് നമുക്ക് ഇരട്ടി പണി കൊടുക്കുകയും ചെയ്യും. നീ എന്താ മോളെ പറയുന്നത് എന്ന് മുത്തശ്ശി കാര്യങ്ങൾ മനസ്സിലാകാതെ അന്വേഷിച്ചു. അപ്പോഴാണ് പ്രിയങ്ക പറഞ്ഞത്, മുത്തശ്ശി, അവളുടെ ആ കേറ്ററിംഗ് യൂണിറ്റിന് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഈ സെറ്റിലുള്ള 100 പേർക്കുള്ള ഭക്ഷണം അവളുടെ യൂണിറ്റിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഓർഡർ കൊടുക്കണം. നമ്മൾ മാനേജറെ പറഞ്ഞയച്ച് അവിടെ നിന്ന് അവൾക്ക് അതിനു വേണ്ട ഓർഡർ നൽകിയിട്ട് ആ സാധനങ്ങളുമായി നാളെ അവൾ ഭക്ഷണം വിളമ്പാൻ ഇവിടെ എത്തും. അപ്പോൾ ഇവിടെ നമ്മുടെ കൺമുന്നിൽ അവൾ വന്ന് നിൽക്കുമ്പോൾ, ഇവിടെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കഴിയുമ്പോൾ നമ്മൾ ആ ഭക്ഷണം കഴിച്ചിട്ട് അത് കൊള്ളത്തില്ലെന്നും രുചിയില്ലെന്നും പറഞ്ഞ് അവളെ ആക്ഷേപിക്കണം. എന്നിട്ട് അവൾ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിന് പണം കൊടുക്കുകയില്ല എന്നും പറഞ്ഞ് അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം. എല്ലാവർക്കും മുന്നിൽ വെച്ച് അവളെ നാണം കെടുത്തണം. അങ്ങനെ വന്നാൽ അവൾ എന്നേക്കുമായി അവളുടെ ഈ കേറ്ററിംഗ് പരിപാടി നിർത്തുകയും ചെയ്യും. നമ്മളെ അവിടെ വെച്ച് അപമാനിച്ച് അയച്ചതിന് 100 ഇരട്ടി അവൾക്ക് ഇത്രയും ആളുകൾക്ക് മുന്നിൽ വെച്ച് അവൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യാം. നമ്മൾ ആ ഭക്ഷണത്തിന് രുചിയില്ല എന്നും അത് കൊള്ളില്ല എന്നും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചു നിൽക്കുന്ന നമ്മുടെ ശമ്പളക്കാരായിട്ടുള്ള ഇവിടുത്തെ ജോലിക്കാർ അത് നമ്മൾ പറയുന്നത് തന്നെ അവർ ശരിയാണെന്ന് സമ്മതിക്കും. അവരും അങ്ങനെ തന്നെ അഭിപ്രായം പറഞ്ഞു. അതോടെ അവളുടെ ഈ സംരംഭം ഇതോടെ അവസാനിക്കും. അവളുടെ ബിസിനസ്സും തീരും. അവൾക്കിട്ടുള്ള പണി നമുക്ക് കൊടുക്കുകയും ചെയ്യാം. മുത്തശ്ശിക്കാണെങ്കിൽ അവളെ മുന്നിൽ നിർത്തി പൊരിക്കാം. എന്താ, അത് നല്ലൊരു ഐഡിയ അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, കൊള്ളാടി മോളെ, നിന്റെ ഈ ബുദ്ധി നല്ലത് തന്നെ. എന്തായാലും നീ വേഗം തന്നെ ഓർഡർ കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് സുകുമാരിയമ്മ അറിയിച്ചു. അവളെ എൻ്റെ മുന്നിലൊന്ന് കിട്ടട്ടെ, അതാണ് ഇനിയുള്ള എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു, മുത്തശ്ശി, അവൾ തീർച്ചയായിട്ടും മുത്തശ്ശിയുടെ മുന്നിൽ വന്ന് നിൽക്കും. മുത്തശ്ശിയോട് പണം ആവശ്യപ്പെട്ട് മുത്തശ്ശിക്ക് മുന്നിൽ തല കുനിച്ച് അവൾ നിൽക്കും. അതിൽ യാതൊരു സംശയമില്ല. മുത്തശ്ശി സന്തോഷത്തോടുകൂടി അവളെ പിടികൂടാൻ തയ്യാറായിട്ടിരുന്നു. ഇന്ന് അവൾ നമ്മളെ അപമാനിച്ചയച്ചെങ്കിൽ നാളെ അവൾക്കുള്ള തിരിച്ചടി നമ്മൾ കൊടുത്തിരിക്കും. അതാണ് ഇനി അവൾ കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞ് പ്രിയങ്കയും സുകുമാരിയമ്മയും രാധിക അവരുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ രാധികയോടുള്ള അവരുടെ മധുര പ്രതികാരത്തെക്കുറിച്ച് അവർ ആലോചിച്ചു. അതിനുശേഷം രാധികയും യശോദയും പിറ്റേന്ന് സുരേന്ദ്രൻ സാറ് ആവശ്യപ്പെട്ടതുപോലെയുള്ള ആ പൊതി കൊടുക്കുന്നതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാധികയോട് യശോദ പറഞ്ഞത്, മോളെ മതി, നീ രാവിലെ എഴുന്നേറ്റതല്ലേ, ഇനി കുറച്ചു നേരം പോയി കിടന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും, വേണ്ട, അമ്മ എൻ്റെ കൂടെ തന്നെ ജോലിക്ക് കയറിയല്ലേ, അമ്മ പോയി കുറച്ചു നേരം വിശ്രമിച്ചു, ഞാൻ ഇതങ്ങ് തീർത്തിട്ട് വന്നോളാം എന്ന് പറഞ്ഞ് രാധിക യശോദയെ പറഞ്ഞയക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് വാതുക്കൽ ആരോ വന്നു കോളിംഗ് ബെൽ അടിച്ചത്. ആരാണെന്ന് സംശയപ്പെട്ട് രാധിക തന്നെ വാതുക്കലേക്ക് ചെന്ന് നോക്കിയപ്പോൾ മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് ആ പ്രിയങ്കയുടെ സെറ്റിലെ മാനേജർ അവിടേക്ക് എത്തി. അവരുടെ പ്രൊഡക്ഷൻ മാനേജർ രാധികയുടെ മുന്നിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ, ഇതല്ലേ ഈ കേറ്ററിംഗ് സർവീസ് നടത്തുന്ന രാധികയുടെ വീട് എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ, ഞാനാ രാധിക, എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. എന്തായാലും സന്തോഷമായി എന്ന് പറഞ്ഞു ഞാൻ അകത്തേക്ക് കയറിയിരുന്ന് സംസാരിച്ചാൽ പോലെ എന്ന് ചോദിച്ചു. അനുവാദം വാങ്ങിച്ച അയാൾ അകത്തേക്ക് കയറി. യശോദാമ്മ അരികിലേക്ക് വന്ന്, എന്താ മോളെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രാധിക കാര്യം അന്വേഷിച്ചപ്പോൾ ഉടനെ അയാൾ പറഞ്ഞു, അതെ, ഞാൻ ഇവിടെ അടുത്ത നാളെ ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട്, അവിടേക്ക് ഒരു 100 പേർക്കുള്ള ഊണ് വേണം, അത് പറയാനാ വന്നത്, ഊണല്ല സദ്യ, അതാ വേണ്ടത് എന്നറിയിച്ചു. അത് കേട്ടതോടെ ആകെ ഞെട്ടലോടെ നിന്നു രാധിക. അയ്യോ, 100 പേർക്കോ? അത്രയും വലുതൊന്നും ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല, കുറച്ച് പൊതിച്ചോറ് അത്ര മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, അതെ, ഇവിടെ നിന്ന് പൊതിച്ചോറ് വാങ്ങിച്ച് കഴിച്ച ഒരാളുടെ അഭിപ്രായം കേട്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടം തേടി വന്നത്. നാളെ ഒരു 100 പേർക്കുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അവിടേക്ക് ഉച്ചയാകുമ്പോൾ സദ്യ ഒന്ന് എത്തിച്ചാൽ കൊള്ളാമായിരുന്നു. പണത്തിൻ്റെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവണ്ട, നിങ്ങൾ ചോദിക്കുന്ന വിലയാണ് നിങ്ങളുടെ സദ്യക്ക് ഞങ്ങൾ തരിക.
ദാ അഡ്വാൻസ് തുകയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എല്ലാം കേട്ടതോടെ രാധിക എന്ത് ചെയ്യണമെന്നറിയാൻ നോക്കിയപ്പം, അല്ല ഞങ്ങളുടെ ഭക്ഷണത്തെക്കുറിച്ച് അറിഞ്ഞ് അതിൻ്റെ രുചി അറിഞ്ഞ് ആഗ്രഹിച്ച് വന്നതല്ലേ, അപ്പോൾ അത് തരില്ല എന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ശരി, ഞങ്ങൾ ശ്രമിക്കാമെന്ന് പറഞ്ഞ് രാധിക 100 പേർക്കല്ലേ എന്ന് വീണ്ടും ഒരിക്കൽ കൂടി അന്വേഷിച്ചു. അതെ, 100 പേർക്കുള്ളതാ വേണ്ടതെന്ന് അയാൾ പറഞ്ഞിട്ട്, ദാ ഇത് അഡ്വാൻസ് തുക 5000 ഉണ്ട്. ബാക്കി നിങ്ങൾ ഭക്ഷണം വന്നു കഴിയുമ്പോൾ അവിടെ എത്തിച്ച് കഴിയുമ്പോഴേക്കും ബാക്കി തരാം. പിന്നെ സാധനങ്ങൾ അവിടേക്ക് എത്തിക്കാനായിട്ട് പൊതി ഇത് പൊതിച്ചോറാണോ എന്ന് രാധിക വീണ്ടും എടുത്തു ചോദിച്ചപ്പോഴേക്കും, പൊതിച്ചോറല്ല സദ്യ തന്നെയാണ് വേണ്ടത് എന്ന് അയാൾ ആവശ്യപ്പെട്ടു. അത് മാത്രമല്ല, ഇത് വിളമ്പാനായിട്ട് സാധനങ്ങളുമായി നിങ്ങളൊരു വണ്ടി വിളിച്ചു വരുമ്പോൾ ആ വണ്ടിയുടെ വണ്ടിക്കൂലിയും ഞങ്ങൾ കൊടുത്തോളാം എന്നറിയിച്ചു. അത് കേട്ടപ്പോൾ രാധിക ശരിയെന്ന് പറഞ്ഞ് പണം വാങ്ങിച്ച് അതിന് സമ്മതം മൂളി. അയാൾ പോയി കഴിഞ്ഞത് യശോദയോട് ചോദിച്ചു, അമ്മേ, അമ്മയ്ക്ക് ചില്ലറ പണിയൊന്നും അല്ല വരുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കേറ്ററിംഗ് യൂണിറ്റിനെ കുറിച്ച് അറിഞ്ഞ് ആളുകൾ വന്നു തുടങ്ങി. അല്ലമ്മേ, ഈ 100 പേർക്കെന്നൊക്കെ പറയുമ്പോൾ 1-2 ആളുകളെ കൂടി സഹായത്തിന് വിളിച്ചാലോ എന്ന് രാധിക അന്വേഷിച്ചു. അപ്പോഴേക്കും യശോദ പറഞ്ഞു, അതൊന്നും വേണ്ട മോളെ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാ. മോൾ അതിനൊന്നും തുനിയണ്ട, നമുക്ക് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് രാധികയെ സമാധാനപ്പെടുത്തി നാളത്തേക്കുള്ള സദ്യ നമുക്ക് ഒരുക്കാമെന്ന് സമ്മതിച്ചു. അങ്ങനെ അവർ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ഈ സമയത്താണ് പരമേശ്വരൻ ജയഭാരതി മുത്തശ്ശിയെയും പത്മിനിയെയും അരികിലേക്ക് വിളിപ്പിച്ചത്. ഹാളിലിരുന്ന് പരമേശ്വരൻ അരികിലേക്ക് എത്തി. മുത്തശ്ശി ചോദിച്ചു, എന്താ പരമേശ്വര, എന്താ നീ വിളിപ്പിച്ചത്? അപ്പോഴേക്കും പരമേശ്വരൻ പറഞ്ഞു, അമ്മേ, ഞാനേ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു കുറച്ച് ദിവസമായിട്ട് എന്ന് പറഞ്ഞപ്പോൾ. എന്താ മോനെ എന്ന് ജയഭാരതി മുത്തശ്ശി ചോദിച്ചു. അതെ, നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അമ്മേ. അമ്മയും പത്മിനിയും ഞാനും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി ഓരോ മുറികളിലായി മാറിയിരുന്നിട്ട് നമുക്കൊന്നും യാതൊന്നും നേട്ടവും വരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ടൊരു കാര്യം ആലോചിക്കുന്നു. നമുക്ക് 1-2 ക്ഷേത്രങ്ങളിലൊക്കെ ഒരു ദർശനത്തിനായിട്ട് പോയാലോ എന്ന്. മനസ്സിനൊരു സമാധാനവും കിട്ടും, കുറച്ച് നാളത്തേക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടതോടെ വളരെ സന്തോഷത്തോടെ ജയഭാരതി മുത്തശ്ശി പറഞ്ഞു, അതെന്തായാലും നല്ല കാര്യമാണ്. അപ്പോഴേക്കും പത്മിനി പറഞ്ഞു, അതെ, അത് നല്ലതാ. എന്തായാലും പരമേശ്വരേട്ടൻ എപ്പോഴും ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊന്നും കണ്ട് ടെൻഷൻ എടുക്കുകയും വേണ്ടല്ലോ. അങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ല പരമേശ്വരേട്ടാ എന്ന് പത്മിനി അഭിപ്രായം പറഞ്ഞു. അപ്പോഴേക്കും പരമേശ്വരൻ പറഞ്ഞു, അതെ, ഞാൻ മാത്രമല്ല, അമ്മയും പത്മിനിയും നമ്മൾ 3 പേരും കൂടി പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് എന്നറിയിച്ചു. അത് പിന്നെ ഞങ്ങൾ പോന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇവിടുത്തെ കാര്യം എന്താ, നമ്മളിവിടെ ഉണ്ടേലും ഇല്ലേലും ഇവിടെ നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകും. പിന്നെ നമ്മളിവിടെ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അവരാരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുമില്ല. ഇത്രയും 3 ശല്യങ്ങൾ അവർക്ക് ഒഴിവായി കിട്ടി എന്നുള്ള സമാധാനവും സന്തോഷമായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക എന്ന് പരമേശ്വരൻ പറഞ്ഞു. അപ്പോഴേക്കും സുകുമാരി ജയഭാരതി മുത്തശ്ശി പറഞ്ഞു, എന്തായാലും വരുണും രാധിക മോളും സൂര്യയും നാട്ടിലില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മളുടെ ഈ യാത്ര അത് അവസാനിപ്പിച്ച് മടങ്ങി വരാൻ തീരുമാനിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഈ ഒരു യാത്ര അങ്ങനെ അങ്ങ് മുന്നോട്ട് തുടർന്നു പോകാമെന്ന് നമുക്ക് തീരുമാനിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറ്റില്ലല്ലോ. അല്ല, എത്ര ദിവസത്തേക്ക് യാത്ര എന്ന് പത്മിനി അന്വേഷിച്ചപ്പോഴേക്കും പരമേശ്വരൻ പറഞ്ഞു, അങ്ങനെ ഇത്ര ദിവസമൊന്നും തീരുമാനിച്ചിട്ടില്ല. നമുക്ക് കുറച്ച് നാൾ അങ്ങ് പോകാം. പിന്നെ മതിയായി എന്ന് തോന്നുമ്പോൾ നമുക്ക് തിരിച്ചിങ്ങി പോരാം എന്ന് പരമേശ്വരൻ അറിയിച്ചു. പിന്നെ യാത്രയുടെ കാര്യം എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെ വലിയ ഒരുക്കങ്ങളൊന്നും ഇതിനുണ്ടാവില്ല. അതുമാത്രമല്ല, നമ്മൾ നേരത്തെയൊക്കെ പോകുമ്പോൾ ഏറ്റവും നല്ലത്, അവിടെ ഏറ്റവും നല്ലതായിട്ടുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നത് എവിടെയാണോ അവിടെയായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. എന്നാൽ ഈ യാത്രയിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ, അതൊന്നും ആരും പ്രതീക്ഷിക്കുകയും ചെയ്യരുത് എന്ന് പരമേശ്വരൻ അറിയിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എന്തിനാ പരമേശ്വര അത്തരം സൗകര്യങ്ങളൊക്കെ? നമുക്ക് കിടന്നുറങ്ങാനാണെങ്കിൽ അന്തി ഉറങ്ങാനായിട്ട് ആ ക്ഷേത്ര മണ്ഡപമോ ക്ഷേത്ര ഓഡിറ്റോറിയമോ മാത്രം മതിയല്ലോ. ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൽ തന്നെ നമുക്ക് കിടന്നുറങ്ങാലോ. അതിലെന്താ ഇത്ര തെറ്റുള്ളത് എന്ന് ജയഭാരതി മുത്തശ്ശി പറഞ്ഞു. എന്തായാലും നിങ്ങൾ യാത്രയ്ക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോ, മറ്റന്നാൾ നമുക്ക് പോകാം. പിന്നെ അതിനുള്ള പണമാണ് ഇനി കണ്ടെത്തേണ്ടത്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പരമേശ്വരൻ അറിയിച്ചപ്പോൾ ജയഭാരതി മുത്തശ്ശി പറഞ്ഞു, പരമേശ്വര, നീ അത് ഓർത്ത് ടെൻഷനാവേണ്ട. എൻ്റെ കുറച്ച് ആഭരണങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, നമുക്കതെടുക്കാം എന്ന് പറഞ്ഞപ്പോഴേക്കും, ആഭരണമോ എന്ന് സംശയത്തോടെ പരമേശ്വരൻ ചോദിച്ചു. അതെ, ആഭരണങ്ങൾ തന്നെ. അതെടുത്ത് നമുക്ക് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യാം പരമേശ്വര. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അത് ഉപയോഗിക്കുന്നില്ല, അപ്പോൾ പിന്നെ അത് സൂക്ഷിച്ചു വെച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. അത് ഓർത്ത് നീ ടെൻഷൻ ആവണ്ട എന്ന് പരമേശ്വരനെ ജയഭാരതി മുത്തശ്ശി സമാധാനിപ്പിച്ചു.
ഉടനെ പരമേശ്വരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ചന്ദ്രശേഖരനോട് ഞാൻ സംസാരിച്ചോളാം ഈ യാത്രയെക്കുറിച്ച് എന്ന് പരമേശ്വരൻ അവർ ഇരുവർക്കും വാക്ക് നൽകി. അതിനുശേഷം അവർ അവരുടെ ജോലിയുമായിട്ട് പോവുകയാണ്. വരുൺ ഉറങ്ങിക്കിടക്കുന്നതിനിടയിൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അരികിൽ രാധികയെ കാണുന്നില്ല. അപ്പോഴേക്കും രാധിക എവിടെ പോയി എന്നൊരു ആശങ്കയായിരുന്നു വരുണിന്റെ മനസ്സിൽ. ഉടനെ തന്നെ രാധിക എങ്ങോട്ട് പോയി എന്നറിയാൻ വരുൺ വേഗം രാധികയെ അന്വേഷിച്ച് നേരെ കിച്ചണിലേക്ക് എത്തി. അവിടേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത് കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രാധികയായിരുന്നു. രാധികയെ കണ്ടതും കിച്ചണിന് അരികിലേക്ക് വന്ന രാധികയുടെ അടുത്തേക്ക് എത്തി. വരുൺ ചോദിച്ചു, അല്ല താനിതെപ്പോഴാണ് എഴുന്നേറ്റ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ, കുറച്ചു നേരം ആയുള്ളൂ, അമ്മയെ ഇപ്പൊ എന്തായാലും വിളിപ്പിക്കണ്ട, അമ്മ വളരെ വൈകിയല്ലേ ഇറങ്ങി കിടന്നത്, എന്തായാലും കുറച്ച് ജോലി കൂടി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു എന്ന് രാധിക പറഞ്ഞപ്പോൾ അത് കേട്ട വരുൺ പറഞ്ഞു, എടോ താൻ ഇന്നലെ രാത്രി പോലും എത്ര വൈകിയാ വന്ന് കിടന്നത്, ഒന്ന് രണ്ട് മണിക്കൂർ തികച്ചു പോലും താൻ ഉറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പോ താൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ശരിയാണോ എന്ന് രാധികയോട് വരുൺ ചോദിച്ചു. അപ്പോഴേക്കും രാധിക പറഞ്ഞു, വരുൺ ഇതൊന്നും വലിയ പ്രശ്നമല്ല, പിന്നെ ഉറക്കത്തിന്റെ കാര്യം, ഇത് ജോലി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ പോയി കിടന്ന് ഉറങ്ങാലോ എന്ന് പറഞ്ഞപ്പോഴേക്കും വരുൺ പറഞ്ഞു, സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ പിടിപ്പുകേടാ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ മൂലമല്ലേ താൻ ഇത്രയേറെ കഷ്ടപ്പെടേണ്ടി വന്നത് എന്ന് വരുൺ ചോദിച്ചു. അത് കേട്ടപ്പോഴേക്കും രാധിക അവിടെ ചെരുകി വെച്ചിരുന്ന ആ തേങ്ങാ ശകലം എടുത്ത് വരുണിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അതെ, ഈ സംസാരം അവസാനിപ്പിക്കാനേ ഇതേ മാർഗമുള്ളൂ. അതെ, ഇതിവിടെ ആരുടെയും പിടിപ്പുകേടൊന്നുമല്ല. എന്തായാലും ഞാനിവിടെ കുറച്ച് നമുക്കിവിടെ ഭക്ഷണം ഉണ്ടാക്കണം, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഏറെ ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് ഇത്ര വലിയ കഷ്ടപ്പാടൊന്നുമല്ല എന്ന് രാധിക വരുണിനോട് പറഞ്ഞു. പിന്നെ ഇവിടെ ജീവിക്കാനായിട്ട് എത്രയോ ആളുകൾ ഏതെല്ലാം രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. ഉറക്കമൊഴിച്ച് രാത്രി മുഴുവൻ ഉറക്കളച്ചിരുന്ന് പകൽ സമയത്ത് പോയി കിടന്നുറങ്ങുന്ന എത്രയോ ജോലിക്കാരുണ്ട്. രാത്രിയിൽ വളരെ കുറച്ചു നേരം മാത്രം വീട്ടിലുണ്ടാവുകയും പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ വീണ്ടും തിരിച്ച് ജോലിക്കായി പോവുകയും രാത്രി വളരെ വൈകി വീണ്ടും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുകയും ചെയ്ത് കുറച്ചു നേരത്തേക്ക് മാത്രം അദ്ദേഹം ഉറങ്ങുകയും ചെയ്ത് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ ജോലികൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, എന്തായാലും എന്ത് പറഞ്ഞാലും തനിക്ക് അതിനൊരു ന്യായീകരണമുണ്ട്, അത് സത്യ. ഒരു കാര്യം ഞാൻ പറയാം, താനിപ്പോൾ സംഗീത ക്ലാസ് മാത്രമല്ല ഒരു മോട്ടിവേഷൻ ക്ലാസ് കൂടെ തുടങ്ങിയാൽ ഗംഭീരമായിരിക്കും. അപ്പോഴേക്കും രാധിക പറഞ്ഞു, അത് നല്ലൊരു ആലോചനയാണ് കേട്ടോ, ഒരു മോട്ടിവേഷൻ ക്ലാസ് അത് കൊള്ളാം. കാരണം ധാരാളം തന്നെയാണല്ലോ എൻ്റെ തളർന്നിരിക്കുന്ന ഈ ഭർത്താവിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നത് തന്നെ ധാരാളമാണ്, അത് തന്നെ മതിയല്ലോ മറ്റുള്ളവർക്ക് എന്ന് രാധിക വരുണിനെ നോക്കി പറഞ്ഞു. വരുൺ ചിരിച്ചുകൊണ്ട് രാധിക നോക്കിയിട്ട് പറഞ്ഞു, എന്തായാലും ഇനി ഞാൻ പോയി കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല, അപ്പോൾ ഞാനും തന്നെ സഹായിക്കാവൂടോ, എന്താ ഇതൊക്കെ എനിക്കും ചെയ്യാൻ പറ്റുന്ന ജോലിയാ, എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും രാധിക പറഞ്ഞു, തൽക്കാലം പൊന്നുമ പോയി കിടന്നാൽ മതി. അപ്പോഴാണ് വരുൺ ചോദിച്ചത്, എടോ ഞാൻ ഈ കണ്ട സ്ഥാപനങ്ങളിലൊക്കെ കയറി ഇറങ്ങി ഒരു ജോലിയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കാം, പറ്റുവാണെങ്കിലേ ഈ കമ്പനി തന്നെ ഞാൻ അങ്ങ് ജോയിൻ ചെയ്യും. കാരണം മറ്റുള്ളവരുടെ അടുത്ത് പോയി ജോലി തേടി നടക്കുന്നേക്കാൾ ഭേദം സ്വന്തം ബിസിനസ്സിൽ തന്നെ അങ്ങ് ജോലിക്കാരനാവുന്നതല്ലേ എന്ന് രാധികയോട് വരുൺ ചോദിച്ചപ്പോഴേക്കും രാധിക പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ ഈ കമ്പനിയിൽ മറ്റുള്ള കമ്പനികളിലൊക്കെ ജോലിയില്ലെങ്കിൽ ഈ കമ്പനിയിൽ ജോലിയേ ഉള്ളൂ, ധാരാളം ജോലിയുണ്ട്, ഏത് ജോലി ചെയ്യണമെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ ഐശ്വര്യമായിട്ട് ഇത് തന്നെ അങ്ങ് തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് ഉള്ളിയെടുത്ത് വരുണിന്റെ കയ്യിലേക്ക് കൊടുത്തു. വരുൺ പറഞ്ഞു, അതെ പറ്റുമെങ്കിലേ എടോ ഈ ബിസിനസ് തന്നെ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം, തൻ്റെ ഈ കൈപുണ്യവും എൻ്റെ ഈ ബിസിനസ് നടത്താനുള്ള സാമർഥ്യവും കൂടി ഒത്തിണങ്ങിയാലേ ഒരുപക്ഷെ നമുക്കത് വലിയൊരു കേറ്ററിംഗ് സർവീസ് തന്നെ ആക്കാൻ പറ്റും എന്ന് വരുൺ രാധികയോട് ആത്മാഭിമാനത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞു. രാധിക അത് കേട്ട് ശരി എന്നാ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് വരുണിന്റെ കയ്യിലേക്ക് ഉള്ളി കൊടുത്തതും വരുൺ ഉള്ളി നോക്കിയിട്ട് പറഞ്ഞു, അല്ലേലും സ്ത്രീകൾ പൊതുവെ ഇങ്ങനെ തന്നെയാ. കാരണമേ ആദ്യം അവരെ ജോലിക്ക് സഹായിക്കാമെന്ന് പറഞ്ഞു വരുന്ന ഏതൊരു പുരുഷനെയും ആദ്യം സ്ത്രീകൾ അവരുടെ കയ്യിലേക്ക് എടുത്തു കൊടുക്കുന്നത് ഈ ഉള്ളിയായിരിക്കും. കാരണം എന്തെന്നറിയോ, ഉള്ളി ഒന്ന് രണ്ടെണ്ണം അങ്ങ് പൊളിച്ചു കഴിയുമ്പോഴേക്കും അവൻ്റെ കണ്ണ് നീറാൻ തുടങ്ങും. അപ്പോഴേക്കും അവന് മനസ്സിലാവും ഈ അടുക്കള ജോലി എന്ന് പറയുന്നത് എത്ര പ്രയാസകരമായിട്ടുള്ളതാണെന്ന്. അത് അവനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഈ ഉള്ളി അവരെ കൊണ്ട് പൊളിപ്പിക്കുക എന്നുള്ളത്. അതാണെന്ന് എനിക്കറിയാം എന്ന് വരുൺ പറഞ്ഞപ്പോഴേക്കും സ്ത്രീകളുടെ ഒരു ബുദ്ധിയെ എന്ന് പറഞ്ഞ് വരുൺ ഉള്ളി പൊളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും രാധിക അത് കേട്ടുകൊണ്ട് ചിരിച്ച് വരുണിനെ നോക്കിയിട്ട് പറഞ്ഞു, അതെ അതെ, എന്തായാലും പൊന്നുമ്മ വേഗം ഇത് ചെയ്തു തീർക്ക്, ഉള്ളി പൊളിച്ച് തീർത്തിട്ട് വേണം അടുത്ത ജോലിയുണ്ട്, ഓരോന്നോരോന്നായിട്ട് ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു.
വരുണിനോട് വേഗം ഉള്ളി പൊളിക്കാൻ പറഞ്ഞ് രാധിക വരുണിന് ജോലി നൽകി. രാധിക ദാ ഇന്ന് തനിക്ക് വന്നിരിക്കുന്ന ആ ഓർഡറിന് 100 പേർക്ക് എക്സ്ട്രാ ഉണ്ടാക്കി കൊടുക്കാനുള്ള ആ സദ്യ അതാണ് താനിപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, അതെ, ഇനി മുതൽ നമ്മുടെ കമ്പനിക്ക് ആ കമ്പനി ഈ കമ്പനി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ആറ്റുവാശ്ശേരി സദ്യ അതാണ് നമ്മുടെ ബ്രാൻഡ് നെയിം. ഈ ബ്രാൻഡ് നെയിം വെച്ച് ഞാൻ ഒരു കലക്ക് കലക്കും നോക്കിക്കോ എന്ന് വരുൺ രാധികയോട് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തല കുലുക്കിക്കൊണ്ട് രാധികയെ നോക്കുന്നു.